നമസ്കാരം, ജോഷ് കെ സാത്ത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ NCCയുടെ ഇൻട്രൊഡക്ടറി പാർട്ടായിരുന്നു ചെയ്തത്. NCC എന്താണ്, NCCയുടെ എയിം എന്താണ്, NCC മോട്ടോ, NCC ഫ്ലാഗ് എന്നിവയെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ NCCയുടെ ഡ്രില്ലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡ്രില്ല്, ടൈപ്സ് ഓഫ് ഡ്രില്ല്, എയിംസ് ഓഫ് ഡ്രില്ല്, ഫുഡ് ഡ്രില്ല്, ഈ 4 പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, എന്താണ് ഡ്രില്ല്. ഡ്രില്ലിനൊരു ഡെഫിനിഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഡ്രില്ലിൻ്റെ ഡെഫിനിഷനാണ് ഫൗണ്ടേഷൻ ഓഫ് കോർപ്പറേറ്റ് ഡിസിപ്ലിൻ. അതായത് കോർപ്പറേറ്റ് ഡിസിപ്ലിൻ്റെ അടിസ്ഥാനമാണ് ഡ്രിൽ എന്ന് പറയുന്നത്. എന്താണ് ഫൗണ്ടേഷൻ ഓഫ് കോർപ്പറേറ്റ് ഡിസിപ്ലിൻ? 2 തരം ഡ്രില്ലാണ് NCCയിലുള്ളത്, ഓപ്പൺ ഡ്രില്ലും ക്ലോസ് ഡ്രില്ലും. ഇനി നമുക്ക് NCCയുടെ ഡ്രില്ലിൻ്റെ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 6 എയിംസ് ഉണ്ട്, പറയാം. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ദ മോറൽ ഓഫ് ട്രൂപ്പ്. ട്രൂപ്പിൻ്റെ മോറൽ, മാതൃകയെ ഇൻക്രീസ് ചെയ്ത് കാണിക്കുക. ഇൻക്രീസ് ദ സെൻസ് ഓഫ് ഡിസിപ്ലിൻ. നമ്മുടെ ഇൻഡിവിജ്വൽ ഡിസിപ്ലിനും ഒരു ട്രൂപ്പിൻ്റെ ഡിസിപ്ലിനും നമ്മൾ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റോട് കൂടി ചെയ്ത് കാണിക്കുക. ടു ഡെവലപ്പ് ദ ക്വാളിറ്റി ഓഫ് ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ് ടു ഓർഡർ. നമുക്ക് കിട്ടുന്ന ഓർഡറിനെ ഒബീഡിയൻ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുക. 4-മത്തേത്, ടു ഡെവലപ്പ് ദ ഡിസിപ്ലിനറി ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ഷനെയും ഡിസിപ്ലിനോടുകൂടി ചെയ്ത് കാണിക്കുക. അടുത്തത്, ടു എക്സിക്യൂട്ട് ദ ഓർഡർ പ്രോപ്പർലി. നമുക്ക് ഏത് സുപ്പീരിയർ ഓഫീസർ ഒരു ഓർഡർ തരുന്നു അതിനെ എക്സിക്യൂട്ട് ആയിട്ട് ചെയ്ത് കാണിക്കുക. ടു ഇംപ്രൂവ് ബിയറിംഗ് സ്മാർട്ട്നെസ് ഇൻ അപ്പിയറൻസ് ആൻഡ് ടേൺ ഔട്ട്. നമ്മുടെ ബിയറിംഗ്, അതായത് അപ്പിയറൻസിലും ടേൺ ഔട്ടിലും സ്മാർട്ട്നെസ് കാണിക്കുക. യൂണിഫോമിലും നമ്മൾ ചെയ്യുന്ന ഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ഷൻസിലും സ്മാർട്ട്നെസ്സോടുകൂടി ചെയ്ത് കാണിക്കുക. ഒന്നുകൂടി പറയാം. ഇസ് ദ മോറൽ ഓഫ് ട്രൂപ്പ്, ഇൻക്രീസ് ദ സെൻസ് ഓഫ് ഡിസിപ്ലിൻ, ടു ഡെവലപ്പ് ദ ക്വാളിറ്റി ഓഫ് ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ് ടു ഓർഡർ, to develop disciplined action, to execute the order properly, improve bearing in smartness and turnout. അടുത്തത് നമ്മുടെ വീഡിയോയുടെ 4-മത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്, ഫുഡ് ഡ്രില്ല് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡ്രില്ല്. ഇതിൽ 6 പാർട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. സാവധാൻ, വിശ്രം, ആരാംസെ, ഡൈനേമുഡ്, ബായേമുഡ് ആൻഡ് പീച്ചേമുഡ്. ഈ 6 കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ വേർഡ് ഓഫ് കമാൻഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഡ്രില്ല് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ഓർഡർ എന്താണ്, അതിനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ ഓർഡർ കിട്ടാൻ വേണ്ടിയുള്ള 2 തരം കമാൻഡാണുള്ളത്, കോഷണറിയും എക്സിക്യൂട്ടീവും. കോഷണറി കമാൻഡ് എന്ന് പറയുമ്പം ഒരു ഡ്രില്ല് നമ്മൾ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി അലേർട്ട് ആവാൻ വേണ്ടി കിട്ടുന്ന ഓർഡറിനെയാണ് അല്ലെങ്കിൽ വേർഡ് ഓഫ് കമാൻഡിനെയാണ് കോഷണറി കമാൻഡ് എന്ന് പറയുന്നത്. 2-മത്തേത് എക്സിക്യൂട്ടീവ് കമാൻഡാണ്. എക്സിക്യൂട്ടീവ് കമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന, അതായത് കിട്ടിയ ഓർഡർ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുക, ഒരു പ്രൊസീജിയറിനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുക. 2 തരം കമാൻഡ് ഉണ്ട്, കോഷണറിയും എക്സിക്യൂട്ടീവും. ഇനി നമുക്ക് ഫുഡ് ഡ്രില്ലിലേക്ക് തിരിച്ചു പോകാം. അതായത് ബേസിക് മൂവ്മെൻറ്റ് ഓഫ് ഡ്രില്ല് 6 എണ്ണം ഉണ്ട്. സാവധാൻ, വിശ്രം, ആരാംസെ, ഡൈനേമുഡ്, ബായേമുഡ് ആൻഡ് പീച്ചേമുഡ്. അതിൽ 1-മത്തേതാണ് സാവധാൻ. സാവധാൻ അല്ലെങ്കിൽ അറ്റൻഷൻ. ഈ പൊസിഷനിൽ നമ്മുടെ 2 പാദങ്ങൾ അല്ലെങ്കിൽ ഫൂട്ട് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. വിശ്രാം പൊസിഷനിൽ നിന്നും സാവധാനിലേക്ക് മാറുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് കാല്, ഇടത്തെ കാല് 6 ഇഞ്ച് ഉയർത്തി 30 ഡിഗ്രി ആയിട്ട് റൈറ്റ് കാലിനോട് ചേർത്ത് വയ്ക്കുന്നു. ഇതാണ് സാവധാൻ പൊസിഷൻ. ഈ പൊസിഷനിൽ എപ്പോഴും ബോഡി ഇറക്റ്റ് ആയിരിക്കും, കൈകൾ 2ഉം താഴേക്കായിരിക്കും. കൈപ്പത്തി ചുരുട്ടി തമ്പ് എപ്പോഴും താഴോട്ട് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കും. അടുത്ത പൊസിഷൻ വിശ്രാം പൊസിഷനാണ്. ഇതിൽ ഗ്രൗണ്ടിൽ നിന്നും 6 ഇഞ്ചസ് ലെഫ്റ്റ് കാലിനാണ് മൂവ്മെൻ്റ് ഉള്ളത്. 6 ഇഞ്ചസ് ഉയർത്തുന്നു, 12 ഇഞ്ചസ് ലെഫ്റ്റിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇതാണ് വിശ്രാം പൊസിഷൻ. ഇതിൽ ഹാൻഡ്സ് എപ്പോഴും ഇൻ്റർലോക്ക്ഡ് ആയിരിക്കും, ബാക്കിലോട്ട് ഫോർവേഡ് ചെയ്ത് നിൽക്കും. അടുത്ത പൊസിഷൻ എന്ന് പറയുമ്പം ആരാംസെ, അതായത് വിശ്രാം പൊസിഷനിൽ തന്നെ റിലാക്സ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് ആരാംസെ എന്ന് പറയുന്നത്. അടുത്ത പൊസിഷൻ ഡൈനേമുഡ്. ഡൈനേമുഡ് എന്ന് പറയുമ്പം 90 ഡിഗ്രി റൈറ്റിലോട്ട് തിരിയുന്നു, ലെഫ്റ്റ് ലെഗ് ഗ്രൗണ്ടിൽ നിന്നും 6 ഇഞ്ചസ് ഉയർത്തി പഴയ സാവധാൻ പൊസിഷനിലേക്ക് വരുന്നതാണ് ഡൈനേമുഡ് അല്ലെങ്കിൽ റൈറ്റ് ടേൺ. അടുത്തത് ലെഫ്റ്റ് ടേൺ അല്ലെങ്കിൽ ബായേമുഡ്. ബായേമുഡ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ഇടത്തേക്ക് തിരിയുന്നു, 6 ഇഞ്ചസ് റൈറ്റ് ലെഗ് ഗ്രൗണ്ടിൽ നിന്നും ഉയർത്തി പഴയ സാവധാൻ പൊസിഷനിലേക്ക് വരുന്നതാണ് ബായേമുഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടേൺ. രണ്ടും 90 ഡിഗ്രിയാണ്. അടുത്തത് ലാസ്റ്റ് മൂവ്മെൻ്റ് ആണ്, അതായത് പീച്ചേമുഡ്. പീച്ചേമുഡിനെ കുറിച്ച് പറയുമ്പോൾ റൈറ്റ് സൈഡിലൂടെ 180 ഡിഗ്രി, നമ്മുടെ ബോഡി ഫുള്ള് തിരിയാണ്, 180 ഡിഗ്രി തിരിയുന്നു, 6 ഇഞ്ചസ് ലെഫ്റ്റ് ലെഗ് ഗ്രൗണ്ടിൽ നിന്നും ഉയർത്തി സാവധാൻ പൊസിഷനിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ലുക്ക് എപ്പോഴും ബാക്കിലോട്ടായിരിക്കും. അതാണ് പീച്ചേമുഡ് അല്ലെങ്കിൽ അബൌട്ട് ടേൺ എന്ന് പറയുന്നത്.
ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോസുമായി ഞങ്ങൾ അടുത്ത ശനിയാഴ്ച അടുത്ത വീഡിയോയുമായി എത്തുന്നതായിരിക്കും.